2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ UDF അധികാരത്തിൽ വന്നത് നേരിയ ഭൂരിപക്ഷത്തോടെയാണ്. 140-ൽ 72 സീറ്റുകൾ മാത്രമാണ് UDFന് ലഭിച്ചത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ അധിക താമസിക്കാതെ തന്നെ മന്ത്രിസഭയിൽ ഉണ്ടായിരുന്ന TM ജേക്കബ് അദ്ദേഹം മരണമടയുന്ന സാഹചര്യമുണ്ടായി. ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പ് ആയിരുന്നു TM ജേക്കബിൻ്റെ ചുമതല. ആ സാഹചര്യത്തിൽ ഉപതെരഞ്ഞെടുപ്പ് കാലയളവിലായിരുന്നു അവിടെ നെയ്യാറ്റിൻകരയിൽ അവിടുത്തെ MLA ആയിരുന്ന CPIMൻ്റെ MLA ആയിരുന്ന R സെൽവരാജ് രാജിവെച്ചത്. അദ്ദേഹം കോൺഗ്രസിലേക്ക് ചേക്കേറുകയും ഉപതെരഞ്ഞെടുപ്പിനെ നേരിടുകയും ചെയ്തു. ആ കാലയളവിലാണ് TP ചന്ദ്രശേഖരനെ കൊല ചെയ്യുന്നത്. TP ചന്ദ്രശേഖരൻ്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് CPIMന് പ്രത്യക്ഷത്തിൽ ബന്ധമുണ്ട് എന്ന് വ്യക്തമാകുന്ന സാഹചര്യം പുറത്തു വന്നതോടുകൂടി CPIM പ്രതിരോധത്തിലായി. CPIMൻ്റെ ചില നേതാക്കളിലേക്ക്, പ്രത്യേകിച്ചും കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ആയിരുന്ന E മോഹനെതിരെ വരെ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്നുള്ളത് ചന്ദ്രശേഖരൻ്റെ ഭാര്യയായ ഇപ്പോഴത്തെ MLA KK രമ പറഞ്ഞ കാര്യമാണ്. അന്ന് എളമരം കരീം ഉൾപ്പെടെയുള്ളവർ പ്രതിരോധത്തിലാകുന്ന സാഹചര്യമായി. ഇതെല്ലാം വലിയ തോതിൽ നെയ്യാറ്റിൻകരയിലെ ഉപതെരഞ്ഞെടുപ്പിൽ R സെൽവരാജിന് വിജയത്തിന് കാരണമായി. അന്ന് പറഞ്ഞിരുന്നത് R സെൽവരാജിനെ ഇടതുപക്ഷത്തിൽ നിന്നും വലിച്ചിളക്കി UDFിലേക്ക് കൊണ്ടുവന്നത് PC ജോർജിൻ്റെ മധ്യസ്ഥ കളിയാണെന്നും 5 കോടി രൂപ വരെ കോഴ വാഗ്ദാനം ചെയ്തിരുന്നു എന്നൊക്കെയുള്ള ആരോപണമാണ് CPIM അഴിച്ചുവിട്ടത്. മാത്രമല്ല, അന്ന് UDF ഉപതെരഞ്ഞെടുപ്പിൽ പിറവത്ത് 12,070 വോട്ടുകൾക്കാണ് അനൂപ് ജേക്കബ് വിജയിച്ചത്. നെയ്യാറ്റിൻകരയിൽ 6,334 വോട്ടുകൾക്ക് R സെൽവരാജ് കോൺഗ്രസ് ടിക്കറ്റിൽ വിജയിക്കുകയും ചെയ്തു. എന്നാൽ തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2016 നെയ്യാറ്റിൻകരയിൽ ആൻസലനാണ് വിജയിച്ചത്. ഏകദേശം 9,410 വോട്ടുകൾക്കാണ് ആൻസലൻ അവിടെ R സെൽവരാജിനെ പരാജയപ്പെടുത്തി MLA ആകുന്നത്. 2021 ആൻസലൻ വിജയം ആവർത്തിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നെയ്യാറ്റിൻകരയിൽ R സെൽവരാജിനെ ഇനിയൊരു ഊഴം കൊടുക്കുമോ? അതൊരു വലിയ ചർച്ചയാണ്. എന്നാൽ കോൺഗ്രസിന് വേണ്ടി ആ മണ്ഡലം തിരിച്ചു പിടിക്കേണ്ടതിൻ്റെ ചുമതലയും ഉണ്ട്. നിരവധി തവണ നെയ്യാറ്റിൻകരയിൽ MLA ആയിട്ടുള്ള വ്യക്തിയാണ് തമ്പാനൂർ രവി. അദ്ദേഹം 3 തവണ തുടർച്ചയായി MLA ആയതിനു ശേഷം 4ാം തവണ മത്സരിക്കുമ്പോഴാണ് 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ R സെൽവരാജിനോട് പരാജയപ്പെടുന്നതും അവിടെ തമ്പാനൂർ രവിക്ക് പകരം സെൽവരാജ് വിജയിക്കുന്നതും. എന്നാൽ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിലേക്ക് ചെന്ന് സെൽവരാജ് അവിടെ വിജയിച്ച് കയറുന്നത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന മണ്ണ് തന്നെയാണ് നെയ്യാറ്റിൻകര. സെൽവരാജ് വീണ്ടും കോൺഗ്രസിന് വേണ്ടി വരുമോ, അതോ തമ്പാനൂർ രവി തന്നെ ആയിരിക്കുമോ 2026 സ്ഥാനാർത്ഥി? ഈ കാര്യങ്ങളിൽ അന്തിമ ചർച്ചയായിട്ടില്ല. സെൽവരാജിന് ഇപ്പോഴും ആ നാട്ടിൽ വലിയ സ്വാധീനമുണ്ട്. ജയിക്കാൻ അനുകൂലമായ സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ വേണ്ടിയുള്ള നീക്കങ്ങളായിരിക്കും കോൺഗ്രസ് നടത്തുക എന്നാണ് പറയപ്പെടുന്നത്.